ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഗായ്സ്. അങ്ങനെ നമ്മൾ പാലക്കാട് വന്നിട്ടുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണല്ലേ ചക്കരെ. പാലക്കാട് നമ്മൾ എന്നാ വെച്ചാൽ നമ്മൾ മിനിഞ്ഞാന്ന് എത്തി സംഭവം, പക്ഷെ നമ്മൾ ഇന്നലെ പിന്നെ വന്ന കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പെട്ടതിൽ ഇന്നലെ വീഡിയോ എടുക്കാനിടാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലത്തുനിന്ന് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ചക്കരെ വന്നത്? വാപ്പാൻ്റെ രണ്ടാമത്തെ ആണ്ടില്ലേ. വാപ്പ മരിച്ചിട്ട് 2 വർഷമായില്ലേ. ജൂലൈ അറബ് മാസം വെച്ചിട്ടാണോ ഇംഗ്ലീഷിലായിട്ട് വെച്ചിട്ടാണോ അമ്മ? അറബ് മാസം വെച്ചിട്ടല്ലേ എന്ന് വന്നത്, അല്ലെങ്കിൽ ജൂലൈ 12 വരിക? ഇംഗ്ലീഷ് മാസം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ജൂലൈ 12 ഇനി വരണതേ ഉള്ളൂ. ഇനിയും 8-9 ദിവസം ഉണ്ട് അല്ലേ. അപ്പൊ അറബി മാസം വെച്ചിട്ടാണ് നോക്കിയത് അല്ലേ. അപ്പൊ പിന്നെ അന്ന് നമ്മുടെ പരിപാടി ഉള്ളതുകൊണ്ട് നീട്ടി മാറ്റിയതാണ് അല്ലേ. അപ്പൊ നമ്മളെ അന്നത്തെ ബർത്ത്ഡേ പരിപാടി ഉള്ളതുകൊണ്ട് അപ്പൊ ഇവരെന്നെല്ലാവരും അവിടെ ഇരുന്നല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ വിചാരിച്ചു, നമ്മക്കും പിന്നെ എല്ലാവർക്കും, അതായത് തമിഴ്നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും അവിടെ പങ്കെടുക്കാനുള്ള രീതിക്ക് ഇന്നത്തേക്ക് ഫിക്സ് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മൾ വന്നത് ആ ഒരു പരിപാടിക്കായിരുന്നു ഗൈസ്. അങ്ങനെ ഇന്നായിരുന്നു നമ്മുടെ പരിപാടി. ഇപ്പോൾ പരിപാടി കഴിഞ്ഞു അല്ലേ അമ്മ? പരിപാടി ഒക്കെ 2 മണിൻ്റെ ഉള്ളിൽ ഒക്കെ റാത്തായിട്ട് കഴിഞ്ഞു. അതെ, അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. നമ്മള് കുടുംബക്കാര് ആൾക്കാർ മാത്രമല്ലേ. അമ്മാൻ്റെ മൂത്തര ആൾക്കാർ, വാപ്പാൻ്റെ മൂത്തര ആൾക്കാർ, അങ്ങനെ കുറച്ചിട്ട് ആൾക്കാർ അത്രയായിട്ടുള്ള ചെറിയൊരു ചടങ്ങ് പരിപാടിയായിരുന്നു. അപ്പോൾ ഉസ്താദ് വന്നു, യാസീനും മൗലൂദും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു അല്ലേ അമ്മ? പിരിഞ്ഞു. എല്ലാവരും അടിച്ചാരി തുടക്കലൊക്കെ കഴിഞ്ഞു. ഒക്കെ ഇനി കുറച്ച് പാത്രം കൂടി കഗ്ഗുണ്ട്. അല്ല, ഇതെവിടെയാ ഊഞ്ഞാലിന്റെ സൈഡിൽ നിന്നേ? ഒരു റബ്ബർ ബുഷ് ഉണ്ടായിരുന്നല്ലോ, ഞാനത് എവിടെ തട്ടിയപ്പോഴാ ഞാൻ നോക്കി. ഇതൊക്കെ മുന്നേ പോയി. വേറെ 2 സാധനം ഉണ്ടായിരുന്നു ഇവിടെ റബ്ബറിന്റെ. ഇതാ ഇവിടെ ഈ പാടുണ്ടോ, അത് ഒട്ടിച്ചിരുന്ന സാധനം. ഇത് സംഭവം മുന്നേ പോയാണ്. അതിന് അങ്ങനെ പോണത് കൊണ്ടാണ് ഇവിടെ റബ്ബറിന്റെ 2 ബുഷ് ഒട്ടിച്ചത്. എന്നാ നല്ല കുറച്ച് മാറ്റി, അവന് കുറച്ച് മാറ്റി ഉണ്ടാവും. അല്ലാതെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ ആടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല. ഇവിടെ നിന്ന് മുട്ടും കണ്ടോ, ഇതേപോലെ ഇങ്ങനെ പൊട്ടിപ്പോരി സാധനം. അതിന് മുന്നൊരു സാധനം ഉണ്ടായിരുന്നു അവിടെ. പൊട്ടാരിക്കാനാണ് വെച്ചത്. പിന്നെ അത് കുറച്ചുള്ള എന്ത് ചെയ്തോ അവിടെ. ഇനി ഞാൻ പറഞ്ഞു വെച്ചാൽ ചെറിയ സ്പോഞ്ചോ എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്ത് ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിക്കുക 2 സൈഡിലും. അപ്പോൾ റെഡിയാവും. കയ്യിലൊക്കെ ഞരമ്പ് നോക്കി. അപ്പോൾ ചക്കരയ്ക്ക് ഞരമ്പ് കാണുമ്പോൾ പ്രശ്നമാണ്. ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് അപ്പം സിറിഞ്ച് എടുത്ത് കുത്താൻ തന്നെയാണ് പറയണത്. ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സുഖമാണ് ഗൈസ്. നോക്കി നോക്കി. പ്രത്യേക സ്നേഹാണ് ഇങ്ങനെ ഞരമ്പുള്ളവരോട് നമുക്ക്. ഇങ്ങനെ അത്രയും നോക്കി ഏത് ഞരമ്പ് എടുക്കാന്ന് ചിന്തിക്കണ്ട. ഇങ്ങനെ ഞരമ്പ് കാണുന്നവരെ അപ്പൊ ഞരമ്പന്മാരി അറിയണേ. അതിനെ വേറെ ഞരമ്പ് രോഗം. അത് ശരി, അറിയില്ല. കോയത്തരങ്ങളിലുണ്ടല്ലേ. അത് ശരി. അപ്പൊ കോയത്തരം അപ്പൊ എന്താ അത് അമ്മക്ക് എന്താ ഇറച്ചിലായിട്ടാ? എന്താ ചക്കരെ ഇങ്ങോട്ടൊക്കെ എല്ലാരും ഇറച്ചില്ല. എന്തിറച്ചി? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, 2 കിലോ കോഴി ഇറച്ചി വെച്ച് കൂടെ കൊണ്ട് നടക്കാം ഞാൻ. ഇറച്ചില്ല അറിയണടുത്തൊക്കെ എല്ലാം. പിന്നെ അപ്പൊ അതെ, ഓരോരുത്തർ തടി കയറ്റാൻ നടക്കുന്നത്. ഇത് തന്നെയാണ് ഗൈസ് നല്ലത്. നോക്കി നോക്കി, ഈ തടി തന്നെയാണ് നല്ലത്. എന്താ ഈ പ്രശ്നത്തിന്റെ കുഴപ്പം? ഏറ്റവും നല്ലത് തന്നെ. പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. ഏറ്റവും നല്ലത് പനി ജലദോഷം ഇപ്പൊ എല്ലാ മനുഷ്യന്മാർക്കും വരും. അങ്ങനെയല്ല, ഈ കൊളസ്ട്രോളും കാര്യങ്ങളും പിന്നെ ബ്ലോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? പിന്നെ ഒന്ന് മറിഞ്ഞു വീണാലേ നീച്ച് പോരെങ്കിലും ചെയ്യാൻ ചക്കരെ. അവിടെ കിടന്ന് കയ്യും കാലോട്ട് അടിക്കാൻ നിൽക്കണ്ട. അവനാനും പടച്ചവനും മാത്രമേ കാണുള്ളൂ, എനിക്ക് പോരാ. അതാണ് എന്റെ പ്രത്യേകത ഗൈസ്. അപ്പൊ നമ്മളെന്തായാലും പറഞ്ഞൊന്നാവുന്നില്ല. അപ്പൊ എന്തായാലും പരിപാടി അങ്ങനെ റാത്തായിട്ട് കഴിഞ്ഞു അല്ലേ അമ്മ? 2 വർഷം പോയ പോക്കേ എന്തല്ലേ. ഒക്കെ ഇന്നലെ കഴിഞ്ഞു. അത് ഞാൻ ഇപ്പൊ അടുത്ത് കൊല്ലത്ത് ഞാൻ ചക്കരനോട് പറഞ്ഞല്ലേ, എന്താ ബർത്ത്ഡേന്റെ പരിപാടി ഉണ്ടെന്നോ? അതെ, അതിന്റെ തലയ്ക്ക് ദിവസമാണ് ഞാൻ പറഞ്ഞത് തോന്നുന്നു. കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, കുട്ടിക്ക് 1 വയസ്സായി, ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ടെന്ന്. അതേപോലെ എപ്പോഴും പറയണത്.
വാപ്പ മരിച്ചിട്ട് 2 വർഷമായി. പിന്നെ വാപ്പ മരിക്കണോന്ന് തോന്നുന്നില്ലേ, എവിടെയോ പൈക്കാന്ന് തോന്നുന്നു. അങ്ങനെ പോവും. പിന്നെ എപ്പോഴേലും കേറി ഇങ്ങനെ വരും, അങ്ങനെ തോന്നുള്ളൂ. അതായത് ഇപ്പൊ വരും ഇങ്ങനെ തോന്നുക. പിന്നെ സ്വപ്നത്തിൽ പോയ ഒരാഴ്ച 2 ആഴ്ച ഒരു ഇതില് എത്രയോ മാസം പോയി. ഒരു മാസം അല്ല ഞാൻ ശരിക്കും ഇവിടെ കല്യാണം കഴിച്ചൊന്നില് എനിക്ക് വാപ്പാൻ്റെ ഒപ്പം വല്ലാതെ സമയം ചെലവഴിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോൾ മരിച്ചു. കല്യാണത്തിന്റെ സമയത്തൊക്കെ ഹോസ്പിറ്റലാണല്ലോ. പക്ഷേ എൻഗേജ്മെന്റ് സമയത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതായത് പെണ്ണാണ വരുമ്പോഴും നമ്മുടെ എൻഗേജ്മെന്റ് സമയത്തൊക്കെ വാപ്പ, പിന്നെ നമ്മളെ എൻഗേജ്മെന്റ് വാപ്പ വെള്ളം ഇട്ടുണ്ടായിരുന്നു. വാപ്പ ചോറ് വിളമ്പണവും കാര്യങ്ങളും പോയിട്ട് പോകാന്ന് പറയണതൊക്കെ, പിന്നെ ഞാൻ യാത്ര പറയാൻ വരുമ്പോഴൊക്കെ ഒക്കെ ഓർമ്മ ഉണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ അല്ല നിക്കാഹിനാണ് അല്ലേ, നിക്കാഹികൾ. നിക്കാഹിനൊക്കെ പിന്നെ വയ്യാതായി. അപ്പോ ആളെ നല്ലപോലെ ഒന്ന് കാണാൻ ലാസ്റ്റ് ഞാൻ കണ്ടത് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് യാത്ര പറയാൻ വരുമ്പോ ഗൾഫിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോവാനല്ലേ. അന്നില്ലല്ലേ പറഞ്ഞു. ശരിയാണല്ലോ, അന്ന് തിരൂരാണല്ലേ. അതെ എൻഗേജ്മെന്റിനാണ് ഞാൻ കണ്ടത്. ശരിയാ. ഞാൻ മറ്റത് യാത്ര പറയാൻ വരുമ്പോ ഇവിടെ ആയിരുന്നു, DRCയോ അവിടെ ആയിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം ഞാൻ ഗൾഫിലും പോയി 2 വർഷം കഴിഞ്ഞ് കല്യാണത്തിന് വരുമ്പോ തലേന്നാറ്റിയാണ് അല്ലേ. അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ കുറിയാണ്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കാനും പറയാനുണ്ടെങ്കിൽ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അപ്പം എന്തായാലും അപ്പാൻ്റെ ഖബറൊക്കെ വിശാലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ചെയ്ത് പ്രാർത്ഥിക്കാം, ദ്വാരക്കാം. ഇതേമാതിരി ആണ്ട് കത്തൊക്കെ നമുക്ക് നടത്താം. ഇതൊക്കെ തന്നെ ഉണ്ടാവുക. എല്ലാവരും അവിടെ ഇതൊക്കെ തന്നെ, എല്ലാരും കഥ തന്നെ. എന്ത് ആരാ അറിഞ്ഞു? അങ്ങനെയൊന്നും അമ്മാര് വേണം. അങ്ങനെ ഒന്നുമില്ല. നമ്മളിപ്പോ വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോ അല്ല, അതിപ്പോ അതിനോട് യോഗമില്ലാത്ത എത്രയെങ്കിലും ആൾക്കാരുണ്ട് കബറിൽ കിടക്കണേ, മനസ്സിലായില്ലേ? അതിനുപോലെ യോഗമില്ലാത്ത എത്രയെങ്കിലും ആൾക്കാരുണ്ട്. അതായത് കബറ് കാണുമ്പോൾ അറിയാൻ പറ്റും ആ കബറിലെ ആൾക്കാർ വരുന്നതാണോ പോണതാണോ എന്ന്. കാരണം കാടും പൊന്തയും പിടിച്ചിട്ട് അങ്ങനെ കിടക്കണുണ്ടാവും. അതായത് മക്കളും പിന്നെ തിരിഞ്ഞു നോക്കാനും ആരുമില്ല, ഒക്കെ ഗൾഫിലും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ അങ്ങനെയല്ലോ. എന്തായാലും നമ്മള് ഇപ്പൊ ഒന്നെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പോണ ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ നൗഫൽ എന്തായാലും എല്ലാ വെള്ളിയാഴ്ചയും പോവും. അപ്പോൾ അത് പോയിട്ട് നമ്മള് പിന്നെ ഈ സൂറത്തും ഇതൊക്കെ ഓതണല്ലേ. അപ്പോൾ അത് തന്നെ അങ്ങനെയൊക്കെ ഉള്ളുണ്ട്. അപ്പോൾ അതുപോലും കിട്ടാത്ത ഇത്രയൊക്കെ ആൾക്കെന്ന് ഞാൻ പറയണത്. അപ്പോൾ എന്തായാലും കവറൊക്കെ വിശാലാക്കട്ടെ, ചെയ്ത പാവങ്ങളൊക്കെ പൊറുക്കട്ടെ, എല്ലാവർക്കും ദീർഘായുസ്സ് തരട്ടെ. ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാം റാത്തായിട്ട് മംഗളമായിട്ട് കഴിഞ്ഞതിന് നമുക്ക് കൂടാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം, ഒരു വിഷമം ഉണ്ടായിരുന്നു അല്ലേ ചക്കരെ? കഴിഞ്ഞതിന് കൂടാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കുട്ടീൻ്റെ വയ്യായികയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് കൂടാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ ഒരു പരിപാടിക്ക് കൂടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടാനും എടുക്കാനൊക്കെ പറ്റി, എല്ലാത്തിനും പങ്കാളിയാവാനും പങ്കെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നേരം മഴ തന്നെ ആയിരുന്നു ഇല്ലേ? ആര്? നമ്മളോ? എന്ന് വരില്ലാണ്? അങ്ങനെ ഇപ്പോ കണ്ടുകൊണ്ട് മാത്രം കഴിയില്ലല്ലോ. മൗലൂദ് കൂടണമെങ്കിൽ ഇവിടെ വന്നാൽ തന്നെയല്ലേ പറ്റുള്ളൂ. വേറെന്ത് പരിപാടി ആണെങ്കിലും ഓക്കെ ചിന്തിക്കാം. പക്ഷേ ഈ ഒരു പരിപാടി നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം കൂടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിലൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ യാത്ര ചെയ്യണത് എന്തായാലും യാത്ര ചെയ്ത് തന്നെ പറ്റുള്ളൂ. ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നമ്മൾ കല്യാണം കഴിച്ചത്. അപ്പോൾ പിന്നെ ഏതൊരു പരിപാടിക്ക് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും നമ്മളത് വരാണ്ടുള്ളിടത്ത് നമ്മൾ വന്നാൽ തന്നെയല്ലേ പറ്റുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആരോഗ്യവും പിന്നെ ആഫിയത്തുള്ളിടത്തോളം കാലം. പിന്നെന്താ, അങ്ങനെ തന്നെയല്ലേ ഞാൻ ചെയ്യണ്. എന്തേ അങ്ങനെ തന്നെയല്ലേ ചക്കര? ഇവൾക്ക് ചോദിച്ചു നോക്കി, കാക്കു എനിക്ക് എൻ്റെ വരേക്ക് പോകണം അല്ലെങ്കിൽ ഉമ്മാനെ കാണാൻ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, പോയിക്കോ ചക്കര. എന്താ നോക്കണ്? എന്ത്? അല്ലല്ല വീഡിയോ കൊള്ളാത്തത്. 3 മാസത്തിലൊക്കെ വരലുണ്ടില്ല നിങ്ങൾ പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ചക്കര പറയട്ടെ എന്നാ. വരലില്ല ചക്കര?
ഒരു 2 മാസമായില്ലേ? 3 മാസത്തിലൊക്കെ വരലുണ്ടേ. എന്താ നിങ്ങൾ അറിയണേ? ഇന്റെ എനിക്കറിയാലോ. കണക്ക് ഇന്റെ വേറെ ആരുടെയല്ല, ഇന്റെ കണക്ക് 3 മാസമാണ്. അതില് വരലുണ്ട്. അവിടെയല്ല കണക്ക്. അതില് പറയാം. അല്ലാതെ ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അടുത്ത ആഴ്ച എനിക്ക് ഉമ്മാനെ കാണാന്ന് പറഞ്ഞാൽ അത് ഞാൻ ഓക്കെ, അത് പറ്റില്ല അറിയും. പറ്റില്ല അറിയാൻ എന്താ ഇത്ര ദൂരം ഉള്ളൂ കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്താണെങ്കിൽ ഇപ്പൊ എന്നും പോയിക്കോട്ടെ, എന്നും നിന്നോട്ടെ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അവനാന്റെ വീട്ടിൽ അവനാന്റെ അമ്മ അടുത്ത് നിൽക്കണ സുഖം വേറെ എവിടെ നിന്നാലും ഒരു മക്കൾക്കും കിട്ടൂല. പാലക്കാട്ടിന്ന് ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങനെ പല മൂട്ട് കുത്തണം. മൂട്ട് കുത്തി എന്തിന് ഇവിടെ വരാനോ? കൂടിക്ക് വരണമെങ്കിൽ വരണെങ്കിലേ സംഭവിക്കുകയല്ല. അല്ല അത്ര അടുത്തൊക്കെ വെച്ചെങ്കിൽ പ്രശ്നമില്ല. ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ആഴ്ചയിലൊക്കെ പോയി. അറിയില്ല, അപ്പൊ ഒറ്റക്ക് പോരാന് പാലക്കാട്ടൊന്നും. പിന്നെ ഞാൻ എന്റെ ഓരോ പാനോടും മാനോടും ചോദിച്ചാറ് ഞങ്ങളെ പറഞ്ഞേക്കൂല കേട്ടോ, എന്റെ മാപ്പിളോട് ചോദിച്ചിട്ട് പോയിക്കോ. അല്ല അങ്ങനെ അത്ര അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോ എന്തായാലും വരാം. ഇതിപ്പോ നമ്മക്ക് അങ്ങനെയല്ലല്ലോ. ഞാൻ എന്താട്ട് മാപ്പിളോട് ചോദിച്ചാണ്ട് കട്ടുപോയി കട്ടിട്ട് പൈസ കേട്ടോ. പിന്നെ പറയാതെ പറയാതെ പോയിരുന്ന കച്ചവടം കഴിഞ്ഞ് വന്നാൽ ഞങ്ങളെ തരണ്ട ഇല്ല പറഞ്ഞ അവരോട് ചോദിക്കും. ആദ്യം കുട്ടികളവിടെ പോയി നോക്കണ്ട അവിടെ. അല്ല അതിപ്പോ പോവാ. അപ്പൊ അടുത്താണെങ്കിൽ ഇപ്പൊ ചക്കരയ്ക്കും പോവാലോ. ഇപ്പൊ ഇവിടെ പിന്നെ ഒറ്റപ്പാലത്തോ പെരുന്തമണ്ണയൊക്കെ ആണെങ്കിൽ അതിപ്പോ ചക്കരയ്ക്ക് വരാമല്ലോ. പാലക്കാട് എന്താ അന്നത്തെ കാലത്ത് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ദൂരം തന്നെയാണ്. കൊല്ലം പോലെയാണ് പാലക്കാട്. ഓക്കെ സോ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വന്നിട്ട്. അതെ ഈ വീട്ടിൽ പട്ടിയുണ്ട് കേട്ടോ, അതാണ് ഈ കുരയ്ക്കണത്. അതിവിടെ ആളനക്കം കേൾക്കുമ്പോൾ ഇങ്ങനെ കുരയ്ക്കണതാണ്. ഓക്കെ വേറൊന്നുമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. പിന്നെ കൊല്ലത്തമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ പരിപാടി കാര്യങ്ങളായിട്ടൊന്നും വിളിക്കാൻ പറ്റിയില്ല, വൈകുന്നേരം ഒന്ന് വിളിക്കണം. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, ഓക്കെ ആയിട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത്. പിന്നെ കുട്ടി അവിടെ ഇല്ലാത്ത ഒരു ഇടങ്ങേറ് അവർക്ക് ഉണ്ട്. അതിപ്പോൾ എങ്ങനെയായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ നിന്നിട്ട് കളിയും ചിരിയൊക്കെ ആയിട്ടുള്ള ആളല്ലേ. അപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അത് സ്വാഭാവികം ഉണ്ടാവും. അല്ലാതെ വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ ഓക്കെയാണ്. പിന്നെ ബാക്കി എന്തായാലും വിളിച്ചിട്ട് ഇനിയിപ്പോൾ അവിടെ നാളത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിച്ച് കാണും വരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.